പ്രകൃതിയിലെ സ്വത്ത്. ഒരിടത്തൊരു ആപ്പിൾ മരം ഉണ്ടായിരുന്നു. ആ മരത്തിന് ഒരു കൊച്ചു പയ്യനെ വളരെ ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും ആ കുട്ടി ആ മരത്തിൻ്റെ കീഴിൽ വന്നിരിക്കാറുണ്ടായിരുന്നു. ആ മരത്തിൻ്റെ ഇലകൾ പറിച്ച് ഒരു കിരീടമുണ്ടാക്കി അവൻ രാജാവിനെ പോലെ നടക്കാറുണ്ട്. ആ മരത്തിൽ കയറി ശിഖരങ്ങളിലൊക്കെ ഊഞ്ഞാലാടി ആ മരത്തിലെ ആപ്പിളെല്ലാം അവൻ പറിച്ച് കഴിക്കാറുണ്ടായിരുന്നു. കളിച്ചു തളരുമ്പോൾ ആ മരത്തിൻ്റെ തണലിൽ കിടന്ന് അവൻ ഉറങ്ങുമായിരുന്നു. ആ കുട്ടിക്ക് ആ മരത്തിനെ വളരെ ഇഷ്ടമാണ്. മരത്തിന് അതിന് വളരെ സന്തോഷവും ഉണ്ടായിരുന്നു. കാലം കടന്നുപോയി. കുട്ടി വളർന്നു വലുതായി. വളരുന്നതിനനുസരിച്ച് മരത്തോടൊപ്പം ചിലവഴിക്കുന്ന അവൻ്റെ സമയവും കുറഞ്ഞു വന്നു. മരം പലപ്പോഴും തനിച്ചായി പോയി. ഒരു ദിവസം കുട്ടി ആപ്പിൾ മരത്തിൻ്റെ അടുത്ത് വന്നപ്പോൾ ആപ്പിൾ മരം പറഞ്ഞു, "ഇത്രയും നാൾ നീ എവിടെയായിരുന്നു? വന്ന് എൻ്റെ മുകളിൽ കയറ്. എൻ്റെ ചില്ലകളിൽ ഊഞ്ഞാലാട്. എൻ്റെ ആപ്പിളുകൾ പറിച്ചു കഴിക്കൂ. എന്നിട്ട് എൻ്റെ തണലിൽ കിടന്നുറങ്ങ്. നിനക്ക് സന്തോഷമാകും. ഞാനിപ്പോൾ വലുതായില്ലേ? ഇനി ഞാൻ നിന്റെ മുകളിൽ വലിഞ്ഞു കയറിയാൽ ഞാൻ വീണു പോകും. എനിക്ക് വേണ്ടത് എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള പണമാണ്. അല്ലാതെ കളിച്ചു നടക്കാൻ എൻ്റെ കയ്യിൽ സമയമില്ല." കുട്ടി മറുപടി പറഞ്ഞു. അത് കേട്ട് മരം പറഞ്ഞു, "എന്നോട് ക്ഷമിക്കൂ. എൻ്റെ കയ്യിൽ പണമില്ല. എൻ്റെ കയ്യിലാകെ ചില്ലകളും ആപ്പിളുകളും മാത്രമേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യൂ. എൻ്റെ ആപ്പിളുകൾ പറിച്ചു കൊണ്ടുപോയി വിൽക്കൂ. നിനക്ക് കാശ് കിട്ടും. അതിലൂടെ നിനക്ക് സന്തോഷമാവില്ലേ?" അവൻ കുറച്ചു നേരം ആലോചിച്ചു നിന്നു. അടുത്ത നിമിഷം തന്നെ ആ മരത്തിൽ നിന്ന് ആപ്പിളുകളെല്ലാം അവൻ പറിച്ചു കൊണ്ടുപോയി. ആപ്പിളുകളുമായി അവൻ സിറ്റിയിലേക്ക് ചെന്ന് അതെല്ലാം വിറ്റ് കാശുണ്ടാക്കി. ആ പണം തീരുന്നതുവരെയും അവൻ ആപ്പിൾ മരത്തിന് തിരിഞ്ഞു പോലും നോക്കിയില്ല. പിന്നെയും ഏറെ നാൾ കഴിഞ്ഞ് അവൻ വീണ്ടും തിരികെ എത്തി. ആപ്പിൾ മരം ചില്ലകൾ കുലുക്കി തൻ്റെ സന്തോഷം അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, "വേഗം വന്ന് മുകളിലേക്ക് കയറ്. എൻ്റെ ചില്ലകളിൽ നിന്ന് ഊഞ്ഞാലാട്. എൻ്റെ ആപ്പിളുകൾ പറിച്ചു കഴിക്ക്. എന്നിട്ട് തണലിൽ കിടന്നുറങ്ങ്. നിനക്ക് സന്തോഷമാകും. ഈ മരത്തിൽ കയറാനുള്ള സമയമൊന്നും എനിക്കില്ല. എനിക്ക് സുരക്ഷിതമായി കിടന്നുറങ്ങാൻ ഒരു വീടാണ് വേണ്ടത്. എനിക്കൊരു വീട് നൽകാൻ നിനക്ക് കഴിയുമോ?" അയാൾ ചോദിച്ചു. മരം പറഞ്ഞു, "എൻ്റെ കയ്യിൽ എവിടെ നിന്നാ വീട്? ഈ കാട് തന്നെയാണ് എൻ്റെ വീട്. പക്ഷേ നിനക്ക് വേണമെങ്കിൽ എൻ്റെ ചില്ലകളും തടിയും മുറിച്ച് അതുകൊണ്ടൊരു വീടുണ്ടാക്കാം. എന്നാൽ നിനക്ക് സന്തോഷമാവില്ലേ?" അത് കേൾക്കേണ്ട താമസം. ആ പയ്യൻ ആപ്പിൾ മരം മുറിച്ച് തടിയാക്കി. അതുകൊണ്ട് ഒരു വീടുണ്ടാക്കി. അപ്പോഴും മരത്തിന് സന്തോഷമായി. കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും ആ പയ്യൻ തിരികെ ആപ്പിൾ മരത്തിന്റെ അരികിലെത്തി. ആപ്പിൾ മരം പറഞ്ഞു, "എന്നോട് ക്ഷമിക്കൂ. ഇനി എൻ്റെ കയ്യിൽ നിനക്ക് നൽകാൻ ഒന്നുമില്ല. ഞാൻ വെറും ഒരു കുറ്റി മാത്രമായി ചുരുങ്ങിപ്പോയി. എനിക്കിനി ഒന്നും ആവശ്യമില്ല. എനിക്കാകെ വേണ്ടത് ഇരുന്ന് വിശ്രമിക്കാൻ ഒരു സ്ഥലം മാത്രമാണ്. ഞാൻ ഒരുപാട് തളർന്നുപോയി. ശരി, നിനക്ക് വിശ്രമിക്കാനും ഇരിക്കാനും ഇപ്പോഴും എനിക്ക് അല്പം സ്ഥലം ബാക്കിയുണ്ട്. വന്നിരിക്കും. ഇവിടെ വന്ന് വിശ്രമിക്കൂ." അവൻ ആ മരക്കുറ്റിയുടെ അരികിലിരുന്നു. ചെറുപ്പത്തിൽ ആ മരം തനിക്ക് നൽകിയതെല്ലാം അവൻ ഓർത്തു. ആ മരം തനിക്ക് പലതും തന്നു. പക്ഷേ താൻ അതിന് ഒന്നും നൽകിയില്ല എന്ന് അവൻ ഓർത്തു. അവൻ അതിനെ നശിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും ആ മരത്തിന് തന്നോട് ഒട്ടും ദേഷ്യമില്ല. തനിക്ക് നന്മ മാത്രമേ ആ മരം ചെയ്തുള്ളൂ. ഇതെല്ലാം ഓർത്ത് ആ കുട്ടിക്ക് പശ്ചാത്താപം തോന്നി. ഗുണപാഠം: പ്രകൃതി അമ്മയാണ്. വിലമതിക്കാനാകാത്ത സ്വത്താണ്. അതിനെ നശിപ്പിക്കരുത്. ഭാവിയിലേക്ക് സംരക്ഷിക്കുക. കഥ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്ത കഥയുമായി വീണ്ടും വരാം.